ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നീഡ് വേവ് ഡിസൈൻസ്. ഇതൊരു 3 വയസ്സായ കുട്ടിക്ക് ചെയ്ത ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ട് 1/2 മീറ്റർ വർക്ക് പീസ്, 2 മീറ്റർ ക്രൈപ്പ് ലൈനിങ്, 2 മീറ്റർ നെറ്റ് പീസും പിന്നെ ഒരു ലേസുമാണ് ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ട് സിബും. ഇതൊരു 3 വയസ്സായ കുട്ടിക്ക് ചെയ്തൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പാർട്ട് വന്നിട്ടുള്ളത് 8 ഇഞ്ചും. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. ലൈനിങ് ഞാൻ ആദ്യം സ്കേർട്ട് പാർട്ടിനുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ള അതിന് നമുക്ക് ബാലൻസ് വരുന്ന പീസിൽ നിന്ന് മതി പിന്നെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാൻ. 20 ഇഞ്ചായിരുന്നു ലെങ്ത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് 8 ഇഞ്ച് യോക്ക് പാർട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 12 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വരിക. അപ്പോൾ 12 കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 13.5 ഇഞ്ചാണ് ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ കട്ട് ചെയ്തെടുത്ത ബാക്കി മുകളിൽ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ, ആ ബാലൻസ് പീസിൽ നിന്നാണ് നമ്മൾ യോക്കിനുള്ള ലൈനിങ് അളവിട്ടെടുക്കുന്നത്. ഇങ്ങനെ അളവിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് പീസ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും ആവശ്യമായിട്ട് എടുക്കുകയും ചെയ്യാം. യോക്ക് പാർട്ടിന് മടക്കുമ്പോൾ 4 മടക്കാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഒരു വശം ഓപ്പണിംഗ് ആയിട്ട ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗവും പിന്നെ ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗം കൂടെ ഇതേപോലെ 1 ഇഞ്ച് അകലം വിട്ടിട്ട്, അതായത് ഓപ്പണിംഗ് ഇല്ലാ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് അകലം വിട്ടിട്ട് മടക്കി വെക്കുക. ആ 1 ഇഞ്ച് കൊടുക്കുന്നത് നമുക്കിവിടെ സിബ് വെച്ചെടുക്കാനാണ്. എന്നിട്ട് ഈ ലൈനിങ്ങിൽ അളവിട്ടെടുക്കുക. അപ്പോൾ ലെങ്ത്ത് 8 പറഞ്ഞു, അതിൽ കൂടെ 1 ഇഞ്ച് കൂടി 9 ഇഞ്ച്. അതിൻ്റെ ഷോൾഡർ 4.5, ആം ഹോളും 4.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. 22 ഇഞ്ചിന് 4 ഭാഗം 5.5 കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 6.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഷേപ്പ് റൗണ്ട് 20 ഇഞ്ചാണ്. 4 ഭാഗം 5, തയ്യൽ തുമ്പടക്കം 6 ഇഞ്ച് ഷേപ്പിൻ്റെ അവിടെയും മാർക്ക് ചെയ്തിട്ട് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതേ ആ ലൈനിങ് പാർട്ട് വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഫ്രണ്ട് ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് ലെങ്ത്ത് 2 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ വിഡ്ത്തും തന്നെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ നെറ്റ് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകൾ വശത്ത് ആ ഒരു വശം ഉണ്ടാകുമല്ലോ, ഭാഗം ഉണ്ടാകുമല്ലോ, ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കുക. എന്നിട്ട് ലെങ്ത്ത് 13.5 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ നെറ്റിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. നെറ്റ് എത്ര ഉണ്ടെങ്കിലും അത് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫ്രോക്ക് നല്ല പൊങ്ങിയിട്ട് നിൽക്കും. നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസും തന്നെ ഇതേപോലെ 4 ക്ലോത്ത് ആയിരിക്കും ഉണ്ടാവുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സിബ് വെക്കാൻ ഓപ്പണിങ് ആക്കിയിരുന്നല്ലോ, അപ്പോൾ ഇതേപോലെ തന്നെ നെക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിനെ മറിച്ചിട്ടിട്ട് കൊടുക്കാം. ഫ്രണ്ട് നെക്കാണ്. അതേപോലെ ലൈനിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ സ്ലീവിൻ്റെ ആ ഭാഗവും അതേപോലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പീസിനെ നമ്മൾ മറിച്ചിടാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ വെച്ചിട്ട്
ലൈനിങ്ങും അതായത് അല്ലെങ്കിൽ നല്ല പീസും വരുന്ന രൂപത്തിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് ഷോൾഡർ രണ്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ നെക്കിൽ ലേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്കിൻ്റെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞ് ലേസ്, വീതി കുറഞ്ഞ ലേസ് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിബ് അറ്റാച്ച് ചെയ്യാണ്. ഇതിൽ ഞാൻ സാധാ സിബാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ യോക്ക് പീസിൽ ഓപ്പൺ ആക്കിയിരുന്ന സിബ് വെക്കാൻ വെച്ച ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതിന് ഇതുപോലെ വെച്ചിട്ട് മുകൾ മുതൽ അടിവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ മറ്റേ പീസുമ്മലും സിബ് അറ്റാച്ച് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ചൊക്കെ സിബിൽ വന്നിട്ടില്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതേപോലെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 3 ഇഞ്ച് വീതിയും പിന്നെ 25 ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു വശം നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് അടിക്കുക. അതിനുശേഷം ഇതേപോലെ സ്ലീവിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു പ്ലീറ്റ് ഇട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അതുപോലെ ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ടോട്ടൽ അതായത് ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷേപ്പിൻ്റെ അവിടെ 10 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടെടുത്ത് 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുഞ്ഞു പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കുക. അതിന് 2 ലെയറായിട്ടാണ് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ നെറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ ലൈനിങ്ങും അതേപോലെ നെറ്റും പ്ലീറ്റ് എടുത്തു. ഇനി അതിൻ്റെ അളവ് നോക്കാം നമ്മൾ. അതേപോലെ യോക്ക് പാർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ 10 ഇഞ്ചായെന്ന് പറഞ്ഞു. ആ 10ഉം 20 ഇഞ്ച് ടോട്ടൽ റൗണ്ട് അളവെടുത്തിട്ട് ആ ഭാഗം നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നെറ്റിലും അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങും നെറ്റും ഇതേപോലെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ യോക്ക് പാർട്ടിനെ നമുക്ക് ഈ നെറ്റിലേക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്കേർട്ട് പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണുന്നില്ല, ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.